എൻ്റെ പിന്നിൽ കാണുന്ന ഈ ട്രക്കിൽ കാർ ഇടിച്ചു കയറ്റിയാണ് സ്കൂൾ അധ്യാപികയായ അനുജയെ മുഹമ്മദ് ഹാഷിം എന്ന ബസ് ജീവനക്കാരൻ കൊലപ്പെടുത്തിയത്. അതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മറ്റൊരു വാഹനത്തിൽ നിന്ന് ബലമായി തൻ്റെ കാറിലേക്ക് അനുജയെ വലിച്ചു കയറ്റുകയായിരുന്നു മുഹമ്മദ് ഹാഷിം. എന്തുകൊണ്ട് അനുജയ്ക്ക് ആ ഘട്ടത്തിൽ നോ പറയാൻ സാധിച്ചില്ല? എന്തുകൊണ്ട് അനുജയെ പോലെയുള്ള സ്ത്രീകൾക്ക് ഇത്തരം ടോക്സിക് റിലേഷനുകളോട് മുഖം തിരിക്കാൻ കഴിയുന്നില്ല? അത്തരത്തിൽ എന്ത് മായിക വലയമാണ് മുഹമ്മദ് ഹാഷിമിനെ പോലെയുള്ളവർ തീർക്കുന്നത്? ഞാൻ ആർ ശ്യാംബാബു, ABC മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. പന്തളം പത്തനംതിട്ട വഴി ഓടുന്ന സ്വകാര്യ ബസ്, അതിലെ സ്ഥിരയാത്രക്കാരിയായ അധ്യാപിക. ബസിന്റെ ഗിയർ ബോക്സിന് മുകളിൽ പെട്ടെന്നൊരു ദിവസം മുതൽ അധ്യാപിക കവിതാ പുസ്തകങ്ങൾ കാണുന്നു. സാഹിത്യത്തോട് കമ്പമുള്ള കവിതകൾ എഴുതാറുള്ള അധ്യാപിക ബസ് ഡ്രൈവറുടെ കാവ്യബോധത്തിൽ ആകൃഷ്ടയായി. മറ്റാരും അധികം പ്രാധാന്യം നൽകിയിട്ടില്ലാത്ത തന്റെ കവിതകളെക്കുറിച്ച് ഒരു ബസ് ഡ്രൈവർ വാചാലനാകുന്നത് അധ്യാപികയെ അത്ഭുതപ്പെടുത്തി. വിവരം സഹയാത്രികയായ സുഹൃത്തിനോട് അധ്യാപിക പങ്കുവച്ചു. പക്ഷേ പിന്നീടൊരിക്കലും ഈ ടോപ്പിക്ക് അവർക്കിടയിൽ ചർച്ച ചെയ്യാതെ പോയി. ഗൗരവമുള്ള ഒരു വിഷയമല്ലാത്തതിനാൽ സഹയാത്രികയായ സുഹൃത്തും പിന്നീട് അധ്യാപികയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചില്ല. എന്നാൽ അധ്യാപികയുടെ മരണവാർത്ത എത്തിയപ്പോൾ ആ സുഹൃത്ത് മനസ്സിലാക്കി തങ്ങൾക്കിടയിൽ പിന്നീടൊരിക്കലും ചർച്ച ചെയ്യാതെ പോയ വിഷയത്തിന്റെ ഗൗരവം. പറഞ്ഞു വന്നത് അടൂർ പട്ടാഴിമുക്കിൽ കൊല്ലപ്പെട്ട അനുജയെ കുറിച്ചാണ്. അനുജയെ ലക്ഷ്യമിട്ട മുഹമ്മദ് ഹാഷിം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി അവരെ മനസ്സിലാക്കി. അവരുടെ കവിതകൾ തേടി പിടിച്ചു വായിച്ച് അതിനെക്കുറിച്ച് ഹാഷിം അവരോട് തന്നെ സംവദിച്ചു, ബന്ധം സ്ഥാപിച്ചു. ചിലന്തി വല നെയ്യുന്നത് പോലെയായിരുന്നു ഹാഷിമിന്റെ നീക്കങ്ങൾ. ബന്ധം മുന്നോട്ടു പോകവേ ഹാഷിം വാക്കുകളാൽ ഒരു മായാലോകം കെട്ടിപ്പടുത്തുകയായിരുന്നുവെന്ന് അനുജയ്ക്ക് ബോധ്യപ്പെട്ടു. കവിതകളെക്കുറിച്ചുള്ള അയാളുടെ അറിവ് മറ്റാരുടെയോ ബൗദ്ധിക തലത്തെ കോപ്പിയടിച്ചതാണെന്നും അത് തന്നെ വശീകരിക്കാൻ ഉപയോഗപ്പെടുത്തുകയായിരുന്നുവെന്നും അനുജ മനസ്സിലാക്കി. എന്നാൽ അപ്പോഴേക്കും അനുജയുടെ ഭയത്തെ ഹാഷിം നന്നായി ചൂഷണം ചെയ്തു തുടങ്ങിയിരുന്നു. ഭർത്താവ് പുതുതായി വെച്ച കായംകുളത്തെ വസതിയിലേക്ക് താമസം മാറരുതെന്ന് അനുജയ്ക്ക് ഹാഷിം അന്ത്യശാസനം നൽകിയിരുന്നു. എന്നാൽ അനുജ അത് നിരസിച്ചു. ഇതോടെയാണ് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപകടം നടന്ന അടൂർ പട്ടാഴിമുക്കിലാണ് ഞാനുള്ളത്. ഇതാണ് അപകടത്തിൽ ഉൾപ്പെട്ട ഒരു വാഹനം, രാജസ്ഥാൻ രജിസ്ട്രേഷനായിട്ടുള്ള ട്രക്കാണ് ഇത്. ഇതിലേക്കാണ് അനുജയുടെയും ഹാഷിമിൻ്റെയും വാഹനം ഇടിച്ചു കയറിയത്. ആ സംഭവ സമയത്ത് അവരെ രക്ഷാപ്രവർത്തനം നടത്തി അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയ നാട്ടുകാരിൽ ഒരാൾ നമുക്കൊപ്പം ഉണ്ട്. എന്തായിരുന്നു അന്ന് കണ്ട കാഴ്ച? ഞാനെന്ന് പറഞ്ഞാൽ അന്നൊരു വേറെ ആക്സിഡൻ്റായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഇത് ആക്സിഡൻ്റായിട്ട് കിടക്കുന്നത്. അന്നേരം ആദ്യത്തെ ആംബുലൻസിൽ ആ ഹാഷിം എന്ന് പറഞ്ഞ ആളെ കയറ്റിക്കൊണ്ടുപോയി. രണ്ടാമത് ഞാൻ ഇവിടുത്തെ മെമ്പറും കൂടെ ചേർന്നിട്ട് രണ്ടാമത്തെ ആംബുലൻസിൽ ഈ അനുജയെ കയറ്റി ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. അനുജ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഇടിച്ചിട്ട് ബാക്കിൽ വന്ന് കിടക്കുകയാണ്. കുരുങ്ങി കിടന്ന ആളെ പിന്നെ ഞങ്ങൾ എടുത്തുകൊണ്ട് കൊണ്ടുപോയായിരുന്നു. അന്നേരം കയറുമ്പോൾ ചെറിയ അനക്കം ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ മോളെ തട്ടി വിളിച്ചു. ഒരു 2-3 മിനിറ്റ് കൊണ്ട് ആൾ തീർന്നു എന്ന് പറഞ്ഞാൽ സൈഡിലോട്ട്. എന്ത് വാഹനത്തിലാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്? ആംബുലൻസിലാണ്. ആംബുലൻസിൽ തന്നെ 2 ആംബുലൻസ്. നമ്മൾ സാധാരണ വണ്ടി കയറ്റണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു 2-3 ആക്സിഡന്റ് നടന്നതിനകത്തൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആംബുലൻസിലെ കയറ്റത്തുള്ളൂ എന്ന് തന്നെ വെച്ചിരിക്കുകയാണ്. സ്ഥിരം ആക്സിഡന്റ് സ്പോട്ടാണ് ഇവിടെ ആ ഏരിയ, സ്ഥിരം ആക്സിഡന്റ് സ്പോട്ടാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ആംബുലൻസിൽ കൊണ്ടുപോയി. അവിടെ മരിച്ചു. അവിടെ എത്തുമ്പോൾ തന്നെ അവർ മരിച്ചെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ മറ്റേ ഹാഷിം എന്ന് പറഞ്ഞ ആൾക്ക് അവർ ഹോസ്പിറ്റലിൽ CPR ഒക്കെ കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളിയും മരിച്ചു. ഈ അനുജ എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുക? ഒന്നുമില്ല. ഇവിടെ വെച്ച് ഇതായി കൊളാപ്സ് ആയിരിക്കുക. അല്ല, അയാൾ ഈ റോഡ് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈ ട്രക്കുകൾ, ഞാനിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നിരവധി ട്രക്കുകൾ ഇങ്ങനെ കടന്നു പോകുന്നു. തിരുനെൽവേലി തൂത്തുക്കുടി പോകാൻ ആലപ്പുഴ എളുപ്പമുള്ള ഒരു പ്രധാന വേ അല്ലേ, അതുകൊണ്ട് ഉള്ള ഇതാണ്. ട്രക്കുകൾ ഇഷ്ടംപോലെ പുള്ളി അതുകൊണ്ടായിരിക്കണം ഈ റോഡ് തിരഞ്ഞെടുത്തത്. പുള്ളി എന്ന് പറഞ്ഞാൽ അടൂർ വഴി പത്തനംതിട്ട പോകുന്ന അന്നേരം പുള്ളിക്ക് അറിയാം ഇതിലെപ്പോഴും വാഹനങ്ങൾ ഉണ്ടെന്നുള്ളത്. ഈ ട്രക്കാണെങ്കിൽ റോഡിന്റെ ടാറിങ്ങും കഴിഞ്ഞിട്ട് കിടന്ന സ്ഥലത്ത് കൊണ്ടുപോയി അങ്ങോട്ട് ഇടിച്ചു കയറ്റുമായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വേറെ വണ്ടികളൊന്നും വന്നിട്ടില്ലെന്ന് അവിടെ ഇന്നവരൊക്കെ പറഞ്ഞു. സ്ട്രൈറ്റ് കൊണ്ട് ഇടിച്ചു കയറ്റുമായിരുന്നു. അപ്പോൾ ആ ഡ്രൈവർ തന്നെ പറഞ്ഞു ഞാൻ മാക്സിമം സ്ലോ ആക്കിയതാണ്, എന്നിട്ട് വന്ന് ഇടിച്ചു കയറ്റുകയാണെന്നാണ്. അന്നേരം തന്നെ നമ്മുടെ അവിടുത്തെ 2 സ്ത്രീജനങ്ങൾ ഫസ്റ്റ് ഇറങ്ങി വന്നിട്ട് ഈ കുട്ടീനെ, ഒരു നേഴ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇറങ്ങി വന്നിട്ട് അതിന്റെ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തു. അന്നേരം തന്നെ അത് പറഞ്ഞു കൊളാപ്സ് ആന്ന് പറഞ്ഞായിരുന്നു. എങ്ങനെ അനുജ പുറകിലേക്ക് കിടക്കുകയായിരുന്നു? ബാക്കിലേക്ക്. ഇതിപ്പം ഞങ്ങളുടെ വാഹനം ഒരു സ്വിഫ്റ്റ് കാറാണ്.
സ്വിഫ്റ്റ് ഇതിന്റെ ഡിസൈർ ആയിരുന്നു. സ്വിഫ്റ്റ് ഡിസൈർ ആയിരുന്നു. എങ്കിലും നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകാം. അപ്പം എനിക്കിപ്പം ഉള്ളത് ആ രക്ഷാപ്രവർത്തനം നടത്തിയ ധൈര്യപൂർവ്വം ആ സമയത്ത് സംയോജിതമായി ഇടപെട്ട് ആ ഒരു രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ഒരു നാട്ടുകാരനെ അദ്ദേഹം സ്വയം ഒന്ന് പരിചയപ്പെടുത്തും. ചേട്ടാ പേരും എൻ്റെ പേര് നിസാർ എന്നാണ്. ഇവിടെ അടുത്ത് തന്നെ വീട്. ഓക്കെ. അപ്പൊ ഇത് ഒരു സ്വിഫ്റ്റ് കാറാണ്. ഒരു അനുജ കിടന്ന ആ ഒരു അപകടത്തെ രംഗം അതെങ്ങനെയായിരുന്നു? അല്ല, അനുജ ബാക്കിലെ സീറ്റിലാണ് കിടന്നത് ഞങ്ങൾ എടുക്കാൻ നേരം. അതായത് ഇടിച്ച് ഫ്രണ്ടിലുണ്ടായിരുന്ന ആള് ഇടിച്ച് ബാക്കിലേക്ക് വന്ന് കിടക്കുമായിരുന്നു. ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് ബാക്ക് സീറ്റ് ആയിരുന്നു. ഇതിനകത്ത് കാല് കയറി കിടക്കുമായിരുന്നു. അവിടെ ഞാൻ എടുക്കുന്നത്. ഇതിനിടയിലേക്ക് ആള് ബാക്കിൽ കിടക്കുന്നു, നമ്മള് കാല് ഇവിടെ കിടക്കുമായിരുന്നു. ഇവിടെ കിടക്കുമായിരുന്നു. അവിടുന്നാണ് ബാക്ക് ഡോർ തുറന്നിട്ടാണ് നമ്മൾ പിന്നെ എടുക്കുന്നത്. ബാക്ക് ഡോർ തുറന്നെടുക്കുന്നത്. അല്ല, ഇതിന്റെ ഒരു വീതി വളരെ കുറവാണല്ലോ. അപ്പോൾ ആളെങ്ങനെ ഇത് ഒടിഞ്ഞങ്ങ് ബാക്കിലേക്ക് പോയി? ഒടിഞ്ഞല്ല, അത് കുറച്ച് ചരിഞ്ഞ് കിടക്കുകയായിരുന്നു. ചരിഞ്ഞിട്ട് ബാക്കിലോട്ട് വീണത്. ആള് ബാക്കിലേക്ക് തിരിച്ചു കാല് ഫ്രണ്ടിലേക്ക് കിടന്നു. രണ്ടുപേരും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. അപ്പൊ എയർ ബാഗ് ഉണ്ടെങ്കിൽ പോലും സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ലല്ലോ. ഇത് എയർ ബാഗ് ഇല്ലാത്ത വണ്ടിയാണെന്ന് തോന്നുന്നു. 26E ആണ്. ആ മോഡലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിന്റെ ഇടയിലേക്ക് പോയി ആള് സീറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. മറ്റേ ആള് സീറ്റിൽ തന്നെ എടുക്കുന്നത്. ഇത് ബാക്കി കിടന്ന് ഇവിടുന്ന് നമ്മൾ എടുത്ത് വണ്ടിക്കകത്ത് കയറ്റി. ഫ്രണ്ട് പൊളിച്ചോ ബാക്ക് പൊളിച്ചോ? ഇല്ല, പൊളിക്കേണ്ടി വന്നില്ല. തുറന്നു വന്നില്ല. ആ സൈഡാണ് ഫ്രണ്ട്. ഡയറക്റ്റ് ഫ്രണ്ട് എഞ്ചിൻ റൂം ഉൾപ്പെടെ എല്ലാം തകർന്നു. അത് ശരി. അദ്ദേഹത്തിന് ആ സമയം അദ്ദേഹത്തെ മറ്റൊരു ആംബുലൻസിൽ കൊണ്ടുപോയി അനുജയെ നമ്മൾ കൊണ്ടുപോവുകയും ചെയ്തു. എടുത്തപ്പോൾ അനക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ പിന്നീട് ആശുപത്രിയിൽ എത്തിയിട്ട് എന്ത് സംഭവിച്ചു? ബന്ധുക്കളെ വിളിച്ചറിയിച്ചോ? അല്ല, അന്നേരം തന്നെ നമ്മളിത് ഇങ്ങനെ തിരക്കുന്നുണ്ടായിരുന്നു. അന്നേരം തന്നെ നമ്മൾ എല്ലാ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തു. നമ്മൾ അന്നേരം ഹോസ്പിറ്റലിൽ എത്തി ഒരു 5 മിനിറ്റ് കൊണ്ട് ഈ അനുജ ടീച്ചറിന്റെ കൂടുള്ള ടീച്ചർമാരും വണ്ടിയുടെ ആളെല്ലാം കൂടെ ഹോസ്പിറ്റലിൽ വന്നു. അന്നേരം ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇത് കുളക്കടയിൽ വെച്ചിട്ട് ഒരാൾ വണ്ടി തടഞ്ഞു നിർത്തി ഇതിനെ ഇറക്കിക്കൊണ്ട് പോയതാണ്. ഞങ്ങളത് പോലീസ് കംപ്ലൈന്റ് ചെയ്യാൻ വന്നപ്പോൾ പോലീസാ പറഞ്ഞു ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടാവുന്ന ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ വന്ന് ചെക്ക് ചെയ്യാൻ വന്നതാണ്. ഇവിടെ വന്ന് കണ്ട് അവർ ബോധ്യപ്പെട്ടു. ഞാൻ അന്നേരം പറഞ്ഞ ആൾ മരിച്ചെന്ന് പറഞ്ഞു. പിന്നെ അവരെല്ലാം വല്ലാതായി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഈ അനുജ ടീച്ചറിന്റെ അച്ഛനും സഹോദരനും മോനും എല്ലാം കൂടെ വന്നു. ഹസ്ബൻഡും എല്ലാം കൂടെ വന്നു. അവിടെ ഹസ്ബൻഡ് വന്നിരുന്നു. ഹസ്ബൻഡ് ചേട്ടനോട് സംസാരിക്കാൻ പറ്റില്ല. ആരോട് സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ നമുക്കറിയാമല്ലോ. വന്ന് അവിടെ ഇരുന്നു. കരഞ്ഞോണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ഈ ഹസ്ബൻഡ് കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും അവിടെ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു 12 മണി വരെ 12:30 വരെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഞങ്ങളേക്ക് വന്നു. ഒരു അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തെ കണ്ടതിന്റെ ഒരു ഇതാണ്. ചേട്ടൻ എന്താ തോന്നിയത് ഇതൊക്കെ കേട്ടപ്പോ? ഈ കഥ ചേട്ടൻ ആദ്യം ഒന്നും മനസ്സിലാവും. ഒരു അപകടം എന്നുള്ള നിലയിലാണ് ഓടി കൊണ്ടുപോകുന്ന ആശുപത്രിയിലേക്ക്. അവിടെ എത്തിയപ്പോൾ മറ്റൊരു കഥ. പിന്നെ മറ്റൊരു കഥ. അന്നേരം പിന്നെ നമുക്ക് എന്താ നമ്മളെ വല്ലാതായി. എന്താ പറയുക, ഒരു സിനിമാ കഥ പോലൊക്കെ. അന്നേരം ഈ ട്രാവലർ, അവര് ടൂർ പോയതിന്റെ ട്രാവലറിന്റെ ഡ്രൈവർ പറഞ്ഞു ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്ന് ഫ്രണ്ടിൽ വന്ന് നിർത്തി. അന്നേരം പുള്ളി ഈ ഡ്രൈവർ വിചാരിച്ചു എന്താന്ന് വെച്ചാല് ഞാൻ എന്തെങ്കിലും റോങ് കാണിച്ചു എന്നെ അടിക്കാൻ വേണ്ടി വരികയാണെന്നുള്ള രീതിയിലാണ് പുള്ളി ഇരുന്നു. അത് കഴിഞ്ഞ് പുള്ളി നേരെ ഡോറിന്റെ അടുത്ത് വന്നിട്ട് ഇറങ്ങുന്നു പറഞ്ഞപ്പോഴാണ് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ സംഭവിച്ചതെന്നുള്ളത്. അങ്ങനെ മനസ്സിലാവുന്നില്ല. പിന്നാണ് സംഭവങ്ങൾ ഇങ്ങനെയാണെന്ന് അറിയുന്നത്. പിന്നീട് ചേട്ടനോട് പോലീസ് സംസാരിക്കുക ചെയ്തിരുന്നു. വിളിച്ചു ചോദിച്ചു എന്താണ് നമ്മൾ നടന്ന കാര്യം അതുപോലെ പറഞ്ഞു. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇപ്പൊ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒട്ടനവധി ട്രക്കുകൾ കടന്നു പോകുന്നു. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ ഒരു റോഡ് തെരഞ്ഞെടുത്തത്. എന്ന് പറഞ്ഞ സന്ധ്യ കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ട്രക്കുകൾ ഇതിലെ പോകുന്നതാണ്. അതുകൊണ്ടായിരിക്കും ഈ റോഡ് തന്നെ തെരഞ്ഞെടുത്തത്. പറഞ്ഞ പുള്ളി അടൂര് തന്നെ വണ്ടി ഓടുന്ന ആളല്ലേ, ഡ്രൈവർ. തെരഞ്ഞെടുത്ത അതുകൊണ്ടായിരിക്കും. അയാള് ഒരാളുടെ ഒരു ജീവൻ കൂടി എടുത്തിരിക്കുകയാണ്. ക്രൂരമാണെന്ന് തോന്നുന്നുണ്ടോ ചേട്ടൻ? പക്ഷെ ഇത് ക്രൂരല്ല, എന്താ പറയാ, അതല്ല. അതിനകത്ത് ഏറ്റവും വലിയൊരു സാധനം എന്ന് പറഞ്ഞാൽ ആ ഒരു മോൻ, ഈ അനുജ ടീച്ചറിന്റെ മോൻ അവിടെ വന്ന് നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു എന്താ പറയാ, അവൻ കരയുന്നില്ല, ഒന്നുമില്ല, ഇങ്ങനെ വന്നൊരു നിൽക്കുക. എൻ്റെ സുഹൃത്താണ് വിളിച്ച് മാറ്റിക്കൊണ്ട് പോയത്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമം. 14 വയസ്സുള്ള കുട്ടിയാണോ തോന്നുന്നല്ലേ? 12 വയസ്സുള്ള കുട്ടിയാണ്. പക്ഷെ ഇതിനു മുമ്പ് നമുക്കിത് തടയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ അപ്പുറത്തെ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ ശങ്കർമാരൂർ കണ്ടായിരുന്നു. ഇവര് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് ഇവര് വണ്ടിക്കകത്ത് കിടന്ന് പിടിവലി ഉണ്ടാവുന്ന എന്താണ്ടൊക്കെ കണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങളെ ഒന്ന് അറിയിച്ചാൽ മതിയായിരുന്നു. ഞങ്ങൾ ഇടപെട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പൊ പുള്ളി പറഞ്ഞു
പുള്ളി അങ്ങ് വിട്ടു. അവര് ഭാര്യ ഭർത്താവായിരിക്കും എന്ന് വെച്ചിട്ട് അതെ, ഫാമിലി ആണെന്ന് ഫാമിലി പ്രശ്നങ്ങൾ, സാധാരണ ഫാമിലി പ്രശ്നങ്ങളോട് ഇടപെട്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഈ ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ഈ സമൂഹം ഇടപെടാത്തത് അവരെ സദാചാര ഗുണ്ടകളായി പ്രഖ്യാപിച്ച് കളയുമോ എന്നൊരു പേടി ഈ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണ് പലരും ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഇടപെടാതെ നിൽക്കുന്നത്. അതാണ് ഒരുപക്ഷെ ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് വേണം മനസ്സിലാക്കാൻ. ആ ശങ്കർ മാരൂർ അല്ലേ, ഒരുപക്ഷെ അതും അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നീട് ഇന്നിപ്പോ ഞാനിപ്പോ ഇവിടെ വന്നപ്പോൾ ഒരു ആക്സിഡന്റ് നടന്ന് കൊണ്ടുപോകുന്നുണ്ട് വാഹനം. ഇവിടെ നല്ല ആക്സിഡന്റ് നടക്കുന്ന ഒരു സ്ഥലം. ഇപ്പൊ നമ്മുടെ ഈ പട്ടാഴിമുക്ക് എന്ന് പറഞ്ഞാല് സ്ഥിരം ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി പ്രാവശ്യം PWD ഒക്കെ ഇത് കൊടുത്താണ്. അവിടെ ഒരു സ്പീഡ് ബ്രേക്കർ പോലെ, ഇപ്പം ബമ്പ് വെക്കാൻ പറ്റില്ലല്ലോ, സ്പീഡ് ബ്രേക്കർ പോലെ എന്തെങ്കിലും വെക്കാൻ പറഞ്ഞാണ് നടക്കുന്നില്ല. ആ റോഡിന്റെ അവിടെ തന്നെ ഒത്തിരി വിഷയങ്ങളുണ്ട്. റോഡിന്റെ പണിയുടെ ഒത്തിരി വിഷയങ്ങളുണ്ട്. അത് 2 വീലറിൽ പോകുന്നവർക്ക് അറിയാം. തീർച്ചയായും. ഏതായാലും ഇവിടെ ഒരു അപകടം സ്ഥിരമായി നടക്കുന്ന ഒരു സ്പോട്ട് ആണ് എന്ന് ഇദ്ദേഹത്തിന് അറിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു റോഡ് തിരഞ്ഞെടുക്കുകയും മനഃപൂർവ്വം ഒരു അപകടത്തിലേക്ക് വരുത്തി വയ്ക്കുകയും ചെയ്തു. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് തന്നെ ഉറപ്പിച്ചിരിക്കുന്നു ആ ഒരു അപകടം മനഃപൂർവ്വം വരുത്തി വെച്ചാണെന്ന് അവർ ഉറപ്പിച്ചിരിക്കുന്നു. അതിൽ ഉൾപ്പെട്ട ഒരു വാഹനം അവിടെ കിടപ്പുണ്ട്. അതിന്റെ ക്രാഷ് ഗാർഡിന്റെ ആ ഒരു ബലം അത് ഈ അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നുണ്ട്. അത് നിയമവിരുദ്ധമാണ് ആ ക്രാഷ് ഗാർഡ് ഉപയോഗിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ ട്രക്കുകളൊക്കെ കഴുകുന്ന സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഈ ഡ്രൈവർമാർ ഈ ക്രാഷ് ഗാർഡിൽ കയറി നിന്ന് ഗ്ലാസ് ഉടയ്ക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് ഒട്ടുമിക്ക ട്രക്കുകളിലുണ്ട്. പക്ഷെ അത് നിയമവിരുദ്ധമാണ്. ആ ഒരു ക്രാഷ് ഗാർഡ് ഘടിപ്പിച്ചത് ഈ വാഹനത്തെ തകർത്തുകൊണ്ട് ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ചേട്ടനോട് ഈ ഘട്ടത്തിൽ നമ്മൾ നന്ദി പറയുകയാണ്. ഒട്ടും മടിക്കാതെ, സാധാരണ പലരും കണ്ണടച്ച് ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ അതിനെ മറികടന്ന് എങ്ങനെയെങ്കിലും വീട്ടിലെത്താൻ നോക്കുമ്പോൾ ആ ചേട്ടൻ ഒരു സഹായത്തിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ചേട്ടാ നന്ദി. ആ കാര്യത്തിൽ വികലമായ പകലുകൾ, ചുട്ടുപൊള്ളുന്ന വീതികൾ, നിഴലുകൾ വിശ്രമമില്ലാതെ സഞ്ചരിക്കുന്നു. ഒടുവിൽ എത്തിച്ചേരുന്നത് ചോരമണമുള്ള ഇരുട്ടിൽ. അവിടെ യുദ്ധം 2 പേർ മാത്രം. സങ്കല്പമെന്നോ സ്വന്തം സ്വത്തുമെന്നോ പേരിൽ ആരോ മരണശയ്യയിൽ കിടപ്പുണ്ടവിടെ. ശത്രുപക്ഷം അത് യാഥാർത്ഥ്യം. എന്നത്തെയും പോലെ വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എങ്കിൽ പിന്നെ അല്പപ്രാണൻ ബാക്കി നിർത്തുന്നത് എന്തിന്? ഈ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. എന്തെന്നാൽ ഉടമ്പടി പ്രകാരം ഈ യുദ്ധത്തിൽ ദയാവധം ഇല്ലല്ലോ. അനുജ എഴുതിയ വരികളാണ്. ഒരുപക്ഷെ ദയാവധം പോലും അനുവദിക്കാത്ത ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു രാക്ഷസിന് മുന്നിൽ താൻ അകപ്പെട്ടു എന്ന തോന്നലാകും അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ എഴുതിച്ചത്. വലയിൽ അകപ്പെട്ട അവസാനത്തെ ഇരയല്ല അനുജ. വല നെയ്യുന്ന അവസാനത്തെ ചിലന്തിയുമല്ല മുഹമ്മദ് ഹാഷിം. ഇനിയും അനുജമാർ ഉണ്ടായേക്കും. അങ്ങനെ ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ പോടാ എന്ന് പറയാനുള്ള ധൈര്യം നമ്മുടെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഉണ്ടാകണം. ഇത്തരം ഭീഷണിയുമായി വരുന്ന മുഹമ്മദ് ഹാഷിമാരുടെ മുഖത്ത് നോക്കി പറയണം, പോടാ പോയി പണി നോക്കടാ എന്ന്. ക്യാമറമാൻ പ്രണവിനൊപ്പം ആർ ശ്യാംബാബു, ABC മലയാളം ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.